ആ നടന്നോളി മക്കളെ, വേഗം നടക്കി. നിങ്ങളെ സ്കൂളിൽ പറഞ്ഞാച്ചിട്ട് വേണോ പാപ്പാക്ക് ആശുപത്രിയിൽ പോകാൻ. ആ വേഗം പോയി. മൂന്നാളും പോയി കുളിച്ചോളിയാ. ഇനി കുറച്ചു കാലം അടക്കള പറഞ്ഞ എൻ്റെ കയ്യിലായിരിക്കല്ലോ അല്ലേ? അതും നല്ലൊരു പരിശീലനമാണല്ലോ. എൻ്റെ പെണ്ണുങ്ങളെ പ്രസവത്തിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെന്ന് കേട്ടു. പിന്നെ വിവരമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി തന്നെ പ്രസവിച്ചു. എന്നോട് പറയാൻ നേരം കിട്ടിയില്ല. ഇപ്പോൾ തന്നെ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ ആശുപത്രിയിൽ. ഇനി പീറ്റിങ്ങളല്ലേ സ്കൂളിൽ പറഞ്ഞാച്ചിട്ട് വേണോ എനിക്ക് ആശുപത്രിയിൽ പോവാൻ. വൈകുന്നേരമെങ്കിലും കടയിൽ നിന്ന് തുറക്കണ്ടേ. ചുരുക്കി പറഞ്ഞ ഒരു മിനിറ്റ് ഒഴിവില്ല. അല്ല, കുട്ടി എന്താ? അൽഹംദുലില്ലാ, പെൺകുട്ടിയാ. നാലാമത്തതും പെൺകുട്ടിയോ? ഇന്നാലില്ല. വെറുതെ അല്ല അനക്കിന്നോട് പറയാൻ നേരം കിട്ടാഞ്ഞത്. ഇപ്പൊ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? എന്താ ഈ പറയണത്? എന്റെ കുട്ടീനെ വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഇനി കിടന്നു കൊണ്ടിട്ട് കാര്യമില്ല. മൂന്നാമത്തതും പെണ്ണായപ്പോ ഒരു 100 വട്ടം ഞാൻ എന്നോട് പറഞ്ഞിങ്ങനെ നിർത്തിക്കാളാന്ന്. അത് ഈ കേട്ടില്ല. അല്ല, എന്നെ കുറ്റം പറയണില്ല. ഒരാൺകുട്ടിനെ കിട്ടാൻ എല്ലാവർക്കും പൂതി ഉണ്ടാവും. നാലാമത്തതെങ്കിലും ഒരു ആൺകുട്ടി ആവുമെന്ന് ഈ കരുതിയിട്ടുണ്ടാവില്ലേ? എവിടെ അനക്കതിനുള്ള വില്ല മുസുഖമായ. പിന്നെ ഇനി ഒരു പരീക്ഷണത്തിന് നിൽക്കണ്ട. മൈമൂനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രസവം കൊണ്ട് നിർത്തിക്കാളാ. എന്തേ? എനിക്കില്ലാത്ത ബേജാറ് എനക്കെന്തിനാ കുട്ടിയെ? എനിക്കെന്ത് ബേജാറ്? ഞാൻ എൻ്റെ കാര്യം ആലോചിച്ചിട്ടാ. ഈ ഒന്ന് ആലോചിച്ച് നോക്ക്. 4 പെൺകുട്ടികളെ കെട്ടിച്ചേക്കണ്ടേ എനക്ക്? ഇപ്പോഴത്തെ ചെലവ് കണക്കൂട്ടിയാൽ തന്നെ പണമായിട്ട് ചുരുങ്ങിയത് 14 ലക്ഷം റുപ്യെങ്കിലും ചെലവ് വരും. അത് പുതിയാപ്പിള ഒരു കൂലിപ്പണിക്കാരനാണെങ്കിൽ വരുന്ന ചെലവാ. കഷ്ടകാലത്തിന് പുതിയാപ്പിള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, പിന്നെ പറയും വേണ്ട. ഇതിനെന്ത് മാർഗ ഈ കണ്ടത്? ആ 5 സെൻറ്റും പെരയല്ലേ എൻ്റെ ആകെ സമ്പാദ്യം. അതാകെ മൊത്തം വിറ്റാൽ തന്നെ ഒരു കുട്ടിനെ കെട്ടിക്കാൻ തെയ്യോ? ഇതൊക്കെ ചെറിയ മക്കളല്ലേ. ഇപ്പൊ തന്നെ ഓരെ കെട്ടിക്കണ കാര്യം ആലോചിച്ച് എന്തിനാ ബേജാറാവണത്? അനക്ക് ബേജാറുണ്ടാവൂല. അയൽവക്കക്കാരും നാട്ടുകാരും പിരിവെടുത്ത് കല്യാണം നടത്തി തരുന്ന അനക്കറിയാം. പിന്നെ അനക്കെന്തിനാ ബേജാറ്? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇന്നെ എത്തിക്കരുതെന്ന് പറയേണ്ട ആളോട് ഞാൻ പറയുന്നുണ്ട്. ഓ നിന്നെ കൈവടിയൂല, അതെനിക്ക് ഉറപ്പാ. ഞാനേ എന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. എനിക്ക് 3 ആൺകുട്ടികളാ. ഓല് തിന്നാ തീരാത്ത അത്ര മുതൽ എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഓരൊക്കെ പെണ്ണ് കെട്ടുമ്പോൾ പണ്ടും പണമായിട്ട് പിന്നെയും വരുവാ. അപ്പൊ ഞാൻ അയൽപക്കത്ത് ഇങ്ങനെ സുഖിച്ച് കഴിയുമ്പോൾ ഈ അപ്പുറത്ത് കണ്ണീര് കുടിക്കുന്നത് എനിക്ക് സഹിക്കുമോ? ഇനി അയൽവാസി നിലക്ക് 1000 2000 തന്നാലും എൻ്റെ കുട്ടിനെ കെട്ടിക്കാൻ കഴിയോ? എന്നാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ട. അനക്കാണായിട്ട് ഒരയൽവാസി ഉണ്ട് എന്ന് കൂട്ടിക്കോ. 1000 2000 കിട്ടിയാൽ നിന്റെ പ്രശ്നം തീരൂലെന്നും അതിലപ്പുറം തരാൻ എന്നെ കൊണ്ട് കഴിയൂലെന്നും ഈ എന്നെ പറഞ്ഞു. ആ സ്ഥിതിക്ക് പ്രശ്നങ്ങളൊക്കെ പടച്ചവന്റെ മുമ്പിൽ അവതരിപ്പിക്കുക നല്ലത്. ഏതായാലും എന്റെ കാര്യം ആലോചിച്ച് ഈ വിഷമിക്കണ്ട. എനിക്കില്ലാത്തൊരു വിഷമം എന്തിനാ മറ്റുള്ളവർക്ക്? അപ്പൊ ഞാൻ അങ്ങോട്ട് നടക്കട്ടെ, ചെന്നിട്ട് ആശുപത്രി പോകണം.